അത് പുള്ളി അടുത്ത പാരീസിന് പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതെ ഒരിക്കലും അവസാനിക്കരുത്. അല്ല, പക്ഷെ ഞാൻ ആലോചിച്ചത് നിങ്ങൾ 2 വർഷം ട്രാവൽ ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പം എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഡോർ ടു ഡോർ എന്ന് പറഞ്ഞൊരു ട്രിപ്പ്. അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്കൊരു ട്രിപ്പ്. അതാണ് എൻ്റെ ഒരു വലിയ ഡ്രീം. അത് ബൈക്കിൽ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരു ട്രിപ്പിനേക്കാൾ കൂടുതൽ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഈ പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഫുഡ് വൈവിധ്യങ്ങൾ ട്രൈ ചെയ്യുക, നമ്മൾ കഴിക്കാത്ത ആഹാരങ്ങൾ കാണുക, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷം ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഡയറ്റിങ് അപ്പം നിങ്ങളുടെ ഒരു ഫുഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ പേടിയാണ്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ കഴിക്കും. അന്നേരം തൈറോയിഡൊന്നും ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ നിങ്ങൾ ഫുഡിനെ കുറിച്ച് അങ്ങനെ വറി ചെയ്ത് പോകുന്ന ഒരു കാരണം ഞാൻ യാത്രയിലധികം ബ്രെഡ്, ന്യൂട്ടെല്ല, ജാം, അതൊക്കെയാണ് എൻ്റെ സ്റ്റേപ്പിൾ ഫുഡ്. രാവിലെ ഉച്ചക്ക് രാത്രി അത് തന്നെ. പിന്നെ നമുക്ക് ഓരോ രാജ്യത്തെ ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് സ്റ്റൊമക്ക് പറയാറില്ല. നമുക്ക് എന്താ നമ്മുടെ ബോഡി അതിന് അറിയാത്തതുകൊണ്ട് യാത്രയെ ബാധിക്കുന്നതുകൊണ്ടും ഞാനത് കഴിയുന്നതും. ഞാൻ നിങ്ങളുടെ ട്രാവലിംഗ് എല്ലാം കണ്ടിടത്തോളം ഒരുപാട് ഫാമിലിയിൽ ചെന്നെത്തിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവരുടെ നിന്നൊക്കെ അവരുടെ ഒരു ആ ഒരു കൺസിഡറേഷൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ വീട്ടിൽ ചെന്നിട്ട് കിട്ടുന്ന ആ ഒരു കൾച്ചർ, അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അറിയുന്ന കൾച്ചർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ റീസെൻ്റ്ലി ജർമ്മനിയിൽ ഒരു ഫാമിലിയോട് പോയി നിന്നതും ഡെൻമാർക്ക്, നെതർലാൻഡ് ഒക്കെ അവർ ഫാമിലീസ് തന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എങ്ങനെയാണ് അവരുടെ അടുക്കൽ എത്തിപ്പെടാൻ പറ്റിയത്? അല്ലെങ്കിൽ നിങ്ങൾ വഴിവെച്ച് കണ്ട് യാദൃശ്ചികമായിട്ട് ആക്സിഡൻ്റലി കാണും, അവരെന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അത് എന്നെ എംബസിന്ന് കൂടി ചോദിച്ചു ഇതെങ്ങനെയാണ്. അത് യൂഷ്വലി നടക്കാറില്ല. പക്ഷെ എന്തോ എൻ്റെ സൈക്കിളും എന്നെയൊക്കെ കണ്ടിട്ട് ഇനി ഒരുപാട് ആൾക്കാരെ വഴിയിലെല്ലാം വെച്ച് കാണട്ടെ. ടേക്ക് കെയർ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ. സേഫായിട്ട് യാത്രകൾ തുടരട്ടെ. തൈറോയ്ഡ് ഹെൽത്ത് അനുഗ്രഹമായിട്ടിരിക്കട്ടെ. ആക്ച്വലി തൈറോയിഡിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തൈറോയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇവിടേക്ക് എത്തി നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറേ നാൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും അറിയത്തില്ല. അപ്പോൾ അതൊരാൾ ചെയ്യുമ്പോൾ ഫീൽ റെസ്പെക്ട്. കാരണം എന്നെ കൊണ്ട് ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയാൻ എത്ര കാലം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊരു വളരെ ജെനുവിൻ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. അതാണ് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ആ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുമല്ലോ. ഭയങ്കര ക്ലോസ് ടു ഹാർട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് പരിചയം വന്ന പോലെ തോന്നി, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടപ്പോഴും അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീല് തോന്നിയില്ല. കാണുമ്പോൾ 2 വർഷം മുമ്പേ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. ഒരു ഫീല് ഒരു ഗ്യാപ്പില്ലായിരുന്നു. വളരെ ക്ലോസ് ആയിട്ട് ഒരുപാട് തവണ സംസാരിച്ചു. താങ്ക് യു. അപ്പോൾ ക്യാമറമാൻ ജിനുവിനൊപ്പം